ഹലോ, കുറച്ച് ദിവസമായിട്ടേ അടുക്കള വൃത്തിയാക്കണം എന്നിങ്ങനെ വിചാരിച്ചിരിക്കുവായിരുന്നു കേട്ടോ. ഞാൻ 2-3 ദിവസത്തേക്ക് നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അടുക്കള ഭരണ ഡാരിസ് ആയിരുന്നു കേട്ടോ. ഞാൻ അടുക്കി വെച്ച് പോയ പാത്രങ്ങൾ തെക്കോട്ടും വടക്കോട്ടൊക്കെ തിരിഞ്ഞിരിക്കുന്ന കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചത് അടുക്കള വൃത്തിയാക്കണമെന്ന്. പിന്നെ അങ്ങനെ നീണ്ടുപോയിട്ടോ. ഇത്രയും വൃത്തികേടായിട്ട് അടുക്കള കിടക്കുന്ന കണ്ടിട്ട് ഞെട്ടണ്ട കേട്ടോ. ഇതിപ്പോ മുഴുവൻ ഞാൻ വലിച്ചു വാരിയിട്ടതാണ്. അതിനുശേഷം കേട്ടോ ഞാൻ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചത്. ഇത് മുഴുവൻ വാരി വലിച്ചിടാൻ വേണ്ടിയിട്ട് ഭയങ്കര എളുപ്പമായിരുന്നു. പക്ഷെ തിരിച്ചെടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് അത്ര എളുപ്പമല്ലായിരുന്നു കേട്ടോ. നല്ല പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് സാധനങ്ങൾ കളയാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വേണ്ടാത്ത ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു. പണിയൊക്കെ ഒരുവിധം പകുതിയാക്കി വെച്ചിട്ട് ഞാൻ വെള്ളം കുടിക്കുക കേട്ടോ. ഞാൻ ഡെയിലി ഈ ഒരു ബോട്ടിൽ വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് കേട്ടോ. ചില ദിവസങ്ങളിലൊന്നും നടക്കാറില്ല, എങ്കിലും മാക്സിമം ശ്രമിക്കാറുണ്ട്. കുറെയൊക്കെ അടുക്കള അടുക്കി പെറുക്കി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ നേരെ ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി പോയട്ടോ. മത്തി വറുത്തിട്ടുണ്ടായിരുന്നു, പയറ് മെഴുക്കുവരട്ടി ആക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ മത്തി മാങ്ങ ഇട്ട് കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് ഡാരിസ് ലഞ്ച് കഴിക്കാൻ വേണ്ടി വരും, അപ്പോഴത്തേക്കും ചോറും കറി ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ പെട്ടെന്ന് ചോറും കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാനും ഇരുന്ന് കഴിച്ചു കേട്ടോ. രാവിലെ എഴുന്നേറ്റതിന് ശേഷം അപ്പോഴാട്ടോ ഒന്ന് ഇരിക്കുന്നത്. നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ ഞാൻ കുറച്ച് നേരം സിനിമയൊക്കെ കണ്ട് ഇരുന്ന് ചോറുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ പഴയ സിനിമകൾ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഞാൻ എപ്പോഴും ഇരുന്ന് പഴയ സിനിമകൾ കാണാറുണ്ട്. അങ്ങനെ കുറച്ച് നേരം സിനിമയൊക്കെ കണ്ട് ചോറിൻ്റെ ശേഷം ഒരു മാങ്ങ മുറിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ ലുലുലു പോയപ്പോൾ മേടിച്ച മാങ്ങയാണ്. നല്ല മാങ്ങപ്പഴമായിരുന്നു കേട്ടോ. കുറച്ച് നേരം ഞാൻ ഫുഡൊക്കെ കഴിച്ചിരുന്നതിന് ശേഷം വീണ്ടും വൃത്തിയാക്കാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. ഞാനൊരു ഭാഗത്തുനിന്ന് വൃത്തിയാക്കുന്നു, എന്റെ മോനൊരു ഭാഗത്തുനിന്ന് വൃത്തികേടാക്കുന്നു. അങ്ങനെയായിരുന്നു കേട്ടോ. എന്തായാലും അടുക്കള വൃത്തിയാക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു. എന്നാ പിന്നെ വീട് മുഴുവൻ വൃത്തിയാക്കാന്ന് വിചാരിച്ചു. അതിന്റെ ഭാഗമായിട്ട് ഫ്രിഡ്ജും വൃത്തിയാക്കി കേട്ടോ. ഫ്രിഡ്ജ് ഇരിക്കുന്ന സ്ഥലവും മാറ്റിയിട്ടുണ്ടായിരുന്നു. ഈ പണികളൊക്കെ എല്ലാ ദിവസവും ചെയ്യുന്നതാ, അടിച്ചു വാരി തുടയ്ക്കുന്നതൊക്കെ. പക്ഷെ ഇന്ന് കുറച്ച് നന്നായിട്ട് കാര്യമായിട്ട് ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. പക്ഷെ ഇതൊരു നിസാര പണിയല്ലായിരുന്നു, അത്യാവശ്യം നല്ല പണിയുണ്ടായിരുന്നു കേട്ടോ. പണിയെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് നടുവേന പിടിച്ചിട്ടുണ്ടായിരുന്നു. അത്രയും ഉണ്ടായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. കുറെ വേസ്റ്റ് ഉണ്ടായിരുന്നു കളയാൻ വേണ്ടിയിട്ട്. അങ്ങനെ വൃത്തിയാക്കി വേസ്റ്റ് ഒക്കെ കൊണ്ട് കളഞ്ഞ് തറയൊക്കെ തുടച്ചിട്ടിട്ടുണ്ടായിരുന്നു. വൃത്തിയാക്കലിന്റെ ഭാഗമായിട്ട് കുറച്ച് മണി പ്ലാന്റ് ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിന്റെ ഉള്ളില്. എന്റെ ഇന്നത്തെ കഠിനാധ്വാനം കണ്ടിട്ടാന്ന് തോന്നുന്നുണ്ട് ഡാരിസ് പറഞ്ഞു ഇന്നത്തെ ചായ നമുക്ക് വൈകുന്നേരം പുറത്തുനിന്ന് കുടിക്കാന്ന്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരൂടെ ചായ കുടിക്കാൻ വേണ്ടി പുറത്തു പോവാട്ടോ. കെവിനാണെങ്കിൽ ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു, കെവിൻ അതിന് പോയി. ഡാരിസിന് പിന്നെ മുരുകൻ കഫയിലെ ചായയിൽ ആരോ കൈവശം കൊടുത്തിട്ടുണ്ട്. എപ്പോൾ ചായ കുടിക്കാൻ പോവാന്ന് പറഞ്ഞാലും മുരുകൻ കഫയിലേക്കാട്ടോ പോകുന്നത്. ഇന്ന് ഞങ്ങൾ അങ്ങോട്ടാ പോയത്. അവിടെ പോയി ചായയൊക്കെ കുടിച്ചു കേട്ടോ. നമുക്കപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.